കേന്ദ്രമന്ത്രിസഭാ അംഗങ്ങളുടെ വകുപ്പുകൾ സംബന്ധിച്ച് പ്രഖ്യാപനം ഇന്നുണ്ടാകും. ഇന്ന് വൈകിട്ട് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗവും ചേരും. 30 ക്യാബിനറ്റ് അംഗങ്ങൾ, സ്വതന്ത്ര ചുമതലയുള്ള 5 സഹമന്ത്രിമാർ, 36 കേന്ദ്ര സഹമന്ത്രിമാർ എന്നിവരാണ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ധനകാര്യം, പ്രതിരോധം, ആഭ്യന്തരം, വിദേശകാര്യം എന്നീ സുപ്രധാന വകുപ്പുകൾ BJP നിലനിർത്തും. അതേസമയം പ്രധാനമന്ത്രി ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, പുതുമോദിയിൽ ആരൊക്കെ ആകും മന്ത്രിയാകുക? മുൻപുണ്ടായിരുന്ന മന്ത്രിപദങ്ങൾ ഒക്കെ തന്നെ നിലനിൽക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വൈകുന്നേരം അറിയാം. ആദ്യമായിട്ട് സൂചനകൾ എന്തെങ്കിലും തന്നെ സംബന്ധിച്ച് ലഭ്യമായിട്ടുണ്ടോ? മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേരുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിന് മുൻപായാണ് ഇപ്പോൾ നരേന്ദ്രമോദി ഓഫീസിലെത്തിക്കൊണ്ട് പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തിട്ടുള്ളത്. മൂന്നാമതും നരേന്ദ്രമോദി രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കുന്നു. പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞു. അദ്ദേഹം ആദ്യം ഒപ്പുവെച്ചിട്ടുള്ള ഫയൽ PM കിസാൻ സമ്മാൻ നിധിയുടേതാണ്. കർഷകർക്ക് പണം നൽകുന്ന, അവരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം നൽകുന്ന പദ്ധതിയുടെ അതിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട ഫയൽ പ്രധാനമന്ത്രി ഈ മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റതിനു ശേഷം ആദ്യമായി ഒപ്പുവെച്ചിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം പ്രതികരിക്കുകയുമുണ്ടായി. ഈ കർഷകരുടെ ഉന്നമനവും അവരുടെ ജീവിത നിലവാരവും ഉയർത്തുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളതാണ് നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞു. അല്പസമയങ്ങൾക്കകം തന്നെ മറ്റു വകുപ്പുകൾ ആരെല്ലാം കൈകാര്യം ചെയ്യും, ആരൊക്കെയായിരിക്കും പ്രതിരോധവും ആഭ്യന്തരവും ധനകാര്യവും ഉൾപ്പെടെയുള്ളവ കൈകാര്യം ചെയ്യുക, സഹമന്ത്രിമാർക്ക് ഏതെല്ലാം വകുപ്പുകളിൽ പ്രാതിനിധ്യം ലഭിക്കും എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ വിശദാംശങ്ങൾ അല്പസമയങ്ങൾക്കകം തന്നെ അറിയാൻ സാധിക്കും. അത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറങ്ങും. അതിനുശേഷമായിരിക്കും മന്ത്രിസഭാ യോഗം നടക്കുക എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഇന്ന് തന്നെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ചർച്ചകൾ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയതാണ്. ഘടകകക്ഷികൾക്ക് വ്യക്തമായ പ്രാധാന്യം നൽകുന്നതോടൊപ്പം തന്നെ ധനകാര്യം, ആഭ്യന്തരം, പ്രതിരോധം, വിദ്യാഭ്യാസം, വിദേശകാര്യം, സാംസ്കാരികം തുടങ്ങിയ വകുപ്പുകൾ BJP തന്നെ നിലനിർത്തും. അതിൽ ഏറ്റവും ഉറ്റുനോക്കുന്നത് ആഭ്യന്തരവും പ്രതിരോധവും മന്ത്രാലയത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. കഴിഞ്ഞ സർക്കാരിൽ ആഭ്യന്തര മന്ത്രാലയം അമിത്ഷായും പ്രതിരോധ മന്ത്രാലയം രാജ്നാഥ് സിംഗുമാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് നോക്കിക്കാണണം. ധനമന്ത്രാലയത്തിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നിർമ്മല സീതാരാമൻ മറ്റൊരു മന്ത്രാലയത്തിന്റെ ചുമതല വഹിക്കാനാണ് സാധ്യത എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. S ജയശങ്കർ വിദേശകാര്യമന്ത്രിയായി തന്നെ തുടരും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. കാരണം കഴിഞ്ഞ മന്ത്രിസഭയിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രവർത്തന മികവ് BJP വിലയിരുത്തിയിരുന്നു. മികച്ച പ്രകടനം വിദേശകാര്യ മന്ത്രാലയത്തിന് നടത്താൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ S ജയശങ്കർ വിദേശകാര്യമന്ത്രിയായി തന്നെ തുടരാൻ തന്നെയാണ് സാധ്യത. ഒപ്പം കേരളം ഉറ്റുനോക്കുന്നത് കേരളത്തിൽ നിന്നുള്ള 2 കേന്ദ്രമന്ത്രിമാർ സുരേഷ് ഗോപിക്കുമൊപ്പം ജോർജ് കുര്യനും ഏത് വകുപ്പിൽ കൈകാര്യം ചെയ്യാനുള്ള അവസരം ലഭിക്കും എന്നുള്ളതാണ്. അതും അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കും. ഏതായാലും കേന്ദ്ര മന്ത്രിസഭയിൽ മന്ത്രിസഭാ അംഗങ്ങളുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള വിജ്ഞാപനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം നടക്കുക. മന്ത്രിസഭാ യോഗത്തിന് മുൻപായി തന്നെ നരേന്ദ്രമോദി ഓഫീസിലെത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. PM കിസാൻ സമ്മാൻ നിധിയുടെ ഫയലാണ് പ്രധാനമന്ത്രി ആദ്യമായി തന്നെ ഒപ്പുവെച്ചിട്ടുള്ളത്. രജനി, തീർച്ചയായും ഇവിടെ ഉറ്റുനോട്ടം മോദി 3.0 ആദ്യ മന്ത്രിസഭാ യോഗവും അതിനുശേഷം എടുക്കുന്ന കർമ്മപദ്ധതികൾ എന്തൊക്കെയായിരിക്കുമെന്ന് തന്നെയാണ്. ഇപ്പോൾ ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്ത ശേഷം തന്നെ അദ്ദേഹം ചെയ്ത പ്രധാനപ്പെട്ട ഒരു കർമ്മം ഒപ്പിട്ടത് ഈ പ്രധാനമന്ത്രി കിസാൻ നിധി പോലെയുള്ള കാര്യങ്ങളാണ്. അതുപോലെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെ ആയിരിക്കില്ലേ ഇനി വരും ദിവസങ്ങളിലും രാജ്യം കാണാൻ പോകുന്നത്? നടത്തി വന്നിട്ടുള്ള വികസന ജനക്ഷേമ പദ്ധതികൾ തുടരുന്നതോടൊപ്പം തന്നെ വികസനത്തിന്റെയും ഒപ്പം ഈ ജനക്ഷേമ പദ്ധതികളുടെയും പുതിയ അധ്യായം തന്നെ ഭാരതത്തിൽ എഴുതപ്പെടും എന്ന പ്രഖ്യാപനം നരേന്ദ്രമോദി നടത്തിയിരുന്നു. അതുകൊണ്ട് കൂടുതൽ ജനക്ഷേമ വികസന പദ്ധതികൾ നമുക്ക് പ്രതീക്ഷിക്കാം. ദേശീയ നിലപാടുകളിലൂന്നിയുള്ള പുതിയ തീരുമാനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാനാകും. അതോടൊപ്പം തന്നെ ഭാരതത്തെ വികസിത രാജ്യം എന്നുള്ള നിലയിലേക്ക് എത്തിക്കുന്നതിന് എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും എന്നുള്ളത് കഴിഞ്ഞ സർക്കാരിൻ്റെ രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാന കാലത്ത് തന്നെ കൃത്യമായ മാർഗരേഖ തയ്യാറാക്കിയിരുന്നു. ആ മാർഗരേഖയ്ക്കനുസരിച്ചായിരിക്കും മൂന്നാം മോദി സർക്കാരിൻ്റെ പ്രവർത്തനം എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒപ്പം സർക്കാർ അധികാരമേറ്റ ആദ്യ 100 ദിവസം ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ രണ്ടാം മോദി സർക്കാരിൻ്റെ അവസാന മന്ത്രിസഭാ യോഗത്തിൽ തന്നെ മന്ത്രാലയങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ ഏത് രീതിയിലുള്ള പ്രവർത്തനം
പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് മുൻകൂട്ടി നിശ്ചയിച്ചാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് അടുത്ത ദിവസം G7 രാജ്യങ്ങളുടെ യോഗത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. അതിനു മുൻപായി മന്ത്രിസഭാ യോഗം ചേർന്നുകൊണ്ട് അടുത്ത ദിവസങ്ങളിലെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശം നൽകും. ഒപ്പം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതത്തെ കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കുന്നതിനും വികസിത രാജ്യം എന്ന സ്ഥിതിയിലേക്ക് ഭാരതത്തെ എത്തിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ മൂന്നാം മോദി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. രജനി. യെസ്, പ്രഥമ പരിഗണന രാജ്യത്തിന് തന്നെയാണ്, രാജ്യത്തിൻ്റെ വികസനം തന്നെയാണ് ലക്ഷ്യം എന്ന മുദ്രാവാക്യവുമായിട്ടാണ് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയത്. എന്തായാലും ഇന്ന് കേന്ദ്ര മന്ത്രിസഭാംഗങ്ങളുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകും. അതുപോലെ തന്നെ നിർണായകമായ ആദ്യ മന്ത്രിസഭാ യോഗവും മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗവും ചേരും. അല്പസമയത്തിന് മുൻപ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നിർണായകമായ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ ഒപ്പിടുകയും ചെയ്തു. വിശദമായ റിപ്പോർട്ടാണ് ജിഷ്ണു കൃഷ്ണൻ നൽകിക്കൊണ്ടിരുന്നത്.